ശ്രീരാഗിണിട്ട് നന്ദന്റെ മുന്നിൽ കസേര വലിച്ചിട്ടു. അവരെ നോക്കിയിരുന്നു. നന്ദൻ സംശയത്തോടെ അവനെ നോക്കി. നന്ദയോട് സാറിനെന്താ ഇത്രയും അടുപ്പം? ഇതുവരെ ആരോടും അടുക്കാതെ നന്ദ സാറിൻ്റെ കൂടെ നാട്ടിലേക്ക് വരിക. എന്താ സാറിൻ്റെ ഉദ്ദേശം? നന്ദൻ നെറ്റിച്ചുളിച്ചുകൊണ്ട് അവനെ നോക്കി. ശ്രീരാഗിൻ്റെ കണ്ണുകൾ ചുവന്നിരുന്നു. എന്തുദ്ദേശം? അത് തന്നെയാണ് ഞാനും ചോദിക്കുന്നത്. അവളെ കെട്ടാൻ വല്ല ഉദ്ദേശം സാറിനുണ്ടോ? നന്ദൻ കൈകെട്ടി അവനെ നോക്കിയിരുന്ന് ചിരിച്ചു. ഇതുവരെ അങ്ങനെ ഒരു ഉദ്ദേശം ഇല്ലായിരുന്നു. പക്ഷേ ഇനി ചിലപ്പോൾ അങ്ങനെ ഉദ്ദേശം തോന്നിക്കൂടെ എന്നൊന്നുമില്ല. പ്രത്യേകിച്ച് സാർ പറഞ്ഞ പോലെ ആരോട് അടുക്കാത്ത ടീച്ചർ എന്നോട് അടുക്കുമ്പോൾ അതൊരു പോസിറ്റീവായിട്ടേ ഞാൻ കണ്ടിട്ടുള്ളൂ. ശ്രീരാഗിൻ്റെ മുഖം ദേഷ്യം കൊണ്ട് വലിഞ്ഞു മുറുകി. നന്ദൻ അവൻ്റെ ഓരോ ഭാവങ്ങളും നോക്കി കാണുകയായിരുന്നു. സാറിന് എവർ ക്ലാസ്സില്ലല്ലോ? എനിക്കില്ല. അതുകൊണ്ട് സാർ വന്നേ, നമുക്ക് പുറത്തെവിടെയെങ്കിലും ഇരുന്ന് വിശദമായി സംസാരിക്കാം. നന്ദൻ അതും പറഞ്ഞ് എണീറ്റപ്പോൾ ശ്രീരാഗും അവൻ്റെ ഒപ്പം എണീറ്റു. ശ്രീരാഗിന് ചെറിയൊരു പനി പോലുണ്ടെന്നും ഒന്നടുത്തുള്ള ക്ലിനിക്കിൽ കാണിച്ചിട്ട് വരാമെന്നും പ്രിൻസിപ്പലിനെ കണ്ട് പെർമിഷൻ വാങ്ങിക്കൊണ്ട് അവർ അടുത്തുള്ള ലോക്ക് പാർക്കിലേക്ക് പോയി. സിമന്റ് ബെഞ്ചിൽ അസ്വസ്ഥനായി കൈകൾ കൂട്ടിത്തിരുമ്മി നിശബ്ദനായി ഇരിക്കുന്ന ശ്രീരാഗിന് ഒരു കരിക്ക് വാങ്ങിക്കൊടുത്തുകൊണ്ട് നന്ദൻ അവൻ്റെ അടുത്തേക്കിരുന്നു. ഇനി പറ, ശ്രീജിനെന്താ പ്രശ്നം? പക്ഷേ നിങ്ങളുടെ സമാധാനം കളയാൻ വേണ്ടി മാത്രമുള്ള ബന്ധമൊന്നും ഇതുവരെ ഞാനും ടീച്ചറും തമ്മിലില്ല. അപ്പോൾ ഇനി ഉണ്ടാകുമെന്നാണോ? ശ്രീരാഗ് അമർഷത്തോടെ ചോദിച്ചു. നന്ദൻ അവൻ്റെ ഭാഗങ്ങൾ കണ്ട് ചിരി വന്നു. ഇഷ്ടപ്പെട്ട കളിപ്പാത്തിന് വേണ്ടി മറ്റു കുട്ടികളോട് തല്ലുകൂടുന്ന ഒരു വാശിക്കാരൻ കുട്ടിയായാണ് നന്ദൻ അവന് തോന്നിയത്. മനുഷ്യൻ്റെ കാര്യമല്ലേ, എപ്പോഴാണ് ഭാവവും രൂപവും മാറുന്നതെന്ന് പറയാൻ കഴിയില്ലല്ലോ. പക്ഷെ സാറിൻ്റെ സമാധാനം ഞാനൊന്ന് പറയാം, എനിക്കെന്നല്ല ആർക്കും ടീച്ചറിൻ്റെ മനസ്സിൽ ഇനിയിടം നേടാൻ കഴിയില്ല. അതാണ് സത്യം, അതാണ് ടീച്ചറിൻ്റെ വിധി. വിധി ചോദിച്ചു വാങ്ങിയ വിധിയെന്ന് പറ സാറേ. ഇങ്ങനെയൊന്നും ആകില്ലായിരുന്നു അവൾ സ്വയം തിരഞ്ഞെടുത്ത വിധിയാണ് ഇന്നത്തെ അവളുടെ ജീവിതം. ശ്രീരാഗിൻ്റെ വാക്കുകൾ നന്ദൻ പകപ്പോടെ അവനെ നോക്കി. സാറിനറിയോ, ഗോകുൽ അവളുടെ ജീവിതത്തിൽ വരുന്നതിന് മുന്നേ അവളെ പ്രണയിച്ചവനാ ഞാൻ. അന്ന് എന്നോടൊന്ന് സമ്മതം മൂളിയിരുന്നെങ്കിൽ ഇന്നിങ്ങനെ വിവാഹം കഴിയാതെ വിധയെപ്പോലെ ജീവിതം തീർക്കേണ്ടി വരില്ലായിരുന്നു ആളക നന്ദയ്ക്ക്. അവൻ്റെ വാക്കുകൾ നന്ദൻ തറഞ്ഞു നിന്നു. അന്ന് എന്നും ഞാൻ അവളെ പ്രണയിക്കുന്നുണ്ട്. പക്ഷെ അവളൊന്ന് കണ്ണു തുറന്ന് കാണുന്നില്ല. അവൾ ഗൂഗിൾ എന്ന ഗ്രഹത്തിന് ചുറ്റും വലയം ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു നക്ഷത്രമാണ്. എനിക്കിതൊന്നും അറിയില്ലായിരുന്നു. നന്ദൻ അവൻ്റെ ചുമലിൽ കൈവച്ചുകൊണ്ട് പറഞ്ഞു. മൂക്കും തുമ്പ് ചുവന്ന് കലങ്ങിയ കണ്ണുകളോടെയും ശ്രീരാഘവനെ നോക്കി. എൻ്റെ മനസ്സ് 2 ദിവസമായി കൈവിട്ടു പോവുകയായിരുന്നു. ഞാൻ കരുതി സാറിനോട് നന്ദ. ശ്രീരാഘവൻ്റെ മുഖത്തേക്ക് നോക്കി. ശ്രീരാഘവൻ ഇപ്പോഴും ടീച്ചറിന് ഇഷ്ടമാണോ? ഇപ്പോഴെന്നല്ല, ഇപ്പോഴും ഇഷ്ടമാണ്. പക്ഷെ അറിയില്ലേ, ടീച്ചർ ഒരിക്കലും മറ്റൊരു ജീവിതം തിരഞ്ഞെടുക്കില്ലെന്ന്. ഞാൻ കാത്തിരിക്കും. പിടിച്ചെടുക്കില്ല, പിടിതരട്ടെ. ശ്രീരാഗ അത്രയും പറഞ്ഞപ്പോൾ നന്ദൻ വേദനയോട് അവനെ നോക്കി. ഒരുവൾ തിരികെ വരില്ലെന്നറിഞ്ഞിട്ടും അവനെ പ്രണയിക്കുന്നു. മറ്റൊരുവിനെ ഒരിക്കലും സ്വന്തമാകില്ലെന്നറിഞ്ഞിട്ടും അവളെ പ്രണയിച്ചു കൊണ്ടേയിരിക്കുന്നു. സ്വന്തമാക്കണമെന്ന് നീ ആഗ്രഹിക്കുന്നവയെ സ്വന്തമാക്കി വിടുക. തിരിച്ചു വന്ന അത് നിങ്ങളുടേതാണ്, ഇല്ലെങ്കിൽ അത് വേറെ ആരുടെയോ ആണ്. മാധവിക്കുട്ടിയുടെ ആ വരികൾ നന്ദൻ്റെ ചെവിയിൽ മുഴങ്ങിക്കേട്ടു. അവനത് ശ്രീരാഗിനോട് പറയുമ്പോൾ അവൻ ദയനീയമായി അവനെ നോക്കി. പ്രണയം എപ്പോഴും സഫലമാകണമെന്നില്ല. സാർ കാത്തിരിക്കും. സാറിൻ്റെ പ്രണയം സത്യമാണെങ്കിൽ ടീച്ചർ സാറിലേക്ക് തന്നെ വന്നു ചേരും. നന്ദൻ്റെ വാക്കുകളെ വേദനയോട് അവൻ കേട്ടിരുന്നു. ഞാൻ ഇതൊക്കെ സിദ്ധുവിനോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ആ സാർ ഇപ്പോഴും ചേച്ചിയെ സ്നേഹിക്കുന്നുണ്ടെന്നറിയാം. പക്ഷേ അതിന് ഇത്രയും തീവ്രത ഉണ്ടെന്ന് അറിയില്ലായിരുന്നു. ശ്രീരാഗ് നന്ദനോട് സംസാരിച്ച കാര്യങ്ങൾ അവൻ ദേവിനോട് പറഞ്ഞു കൊടുക്കുകയായിരുന്നു. അലക്കാൻ കുളത്തിലേക്ക് വന്നപ്പോഴാണ് അവിടെ പടവിലിരിക്കുന്ന നന്ദനെ ദേവ് കാണുന്നത്. നന്ദ ഒരിക്കലും ശ്രീരാഗിനെ സ്വീകരിക്കില്ലെന്ന് നമുക്കറിയാം. അത് ശ്രീരാഗിനും അറിയാം. പക്ഷെ ഒരിക്കലും ആ സത്യത്തെ അംഗീകരിക്കാൻ അയാൾ ശ്രമിക്കുന്നില്ല. നന്ദൻ ഇരിക്കുന്നതിൻ്റെ തൊട്ട് മുകളിലത്തെ പടവുകളിലായി ദേവി ഇരുന്നു. എത്ര പേരാണെന്നറിയൂ ചേച്ചിക്ക് ആലോചനയുമായി ഇപ്പോൾ വരുന്നത്. 27 വയസ്സായില്ലേ, ഇനി എന്നാണ് അമ്മയുടെ പേടി. ആ ആലോചനകളൊക്കെ വരുന്നത് എൻ്റെ തലയ്ക്ക. ദേവ് മുഖം റിവിച്ച് വന്നപ്പോൾ നന്ദൻ തിരിഞ്ഞു നോക്കി. അതിന് PG കഴിഞ്ഞില്ലല്ലോ, പഠിത്തമൊക്കെ കഴിഞ്ഞിട്ട് മതി. എന്തിനാ ധൃതി? ഞാനും അത് പറഞ്ഞു. അമ്മ വെപ്രാളം പിടിക്കുക. ഇത്ര നാൾ ചേച്ചിയുടെ പേര് പറഞ്ഞ് ഞാൻ ഒഴിവായി. 23 വയസ്സായി. ഇപ്പോഴാ സമയമാണെന്നൊക്കെ അമ്മ പറയുന്നത്. എനിക്ക് പേടിയാ നന്ദേട്ട. എന്തുമാത്രം ആഗ്രഹത്തോടെ കതിർ മണ്ഡപത്തിൽ കയറാൻ ഇരുന്ന ചേച്ചിയാ അവസാനം ഇങ്ങനെയൊക്കെയായി. അതൊക്കെ ഓരോരുത്തർക്കും ഓരോ വിധിയാണ് ദേവു. ടീച്ചറിന് അങ്ങനെ സംഭവിച്ചെന്ന് കരുതി നിന്റെ ജീവിതത്തിൽ അതൊക്കെ സംഭവിക്കണമെന്നില്ല. കുളത്തിലേക്ക് കുളിക്കാൻ വരുന്ന ചന്ദ്രനെ കണ്ട് ദേവ് വിളറി വെളുത്ത് നോക്കി. നന്ദൻ ഇവിടെ ഇരിക്കുന്നത് കണ്ടാ മതി ഇപ്പോൾ പ്രശ്നം ഉണ്ടാക്കാൻ. നന്ദേട്ട പെട്ടെന്ന് എണീറ്റ് വാ, ദേ മാമൻ. അവൾ ചൂണ്ടിക്കാണിച്ചുകൊണ്ട് ചാടി എണീറ്റു. നന്ദൻ കാര്യം മനസ്സിലാവാതെ അവളെ നോക്കി. ദേവ് അവൻ്റെ കയ്യിൽ പിടിച്ചു വലിച്ചു. മറുപുരയ്ക്ക് ഇടയ്ക്കുള്ള വിടയിലൂടെ അവനെയും കൊണ്ട് ഒളിച്ചു നിന്നു.
ചന്ദ്രൻ അങ്ങോട്ടേക്ക് വരില്ലെന്ന് അവൾക്കറിയാമായിരുന്നു. നന്ദൻ അവളെ തന്നെ മിഴിച്ചു നോക്കി നിന്നു. അലക്കാൻ തുണിയും കൊണ്ടിട്ട് ഈ പെണ്ണിത് എവിടെ പോയി? പലവട്ടം പറഞ്ഞിട്ടുണ്ട് ഒഴുക്കില്ലാത്ത വെള്ളത്തിൽ തുണി നനക്കരുതെന്ന്. അഹങ്കാരം പിടിച്ച മൂത്തിനെ കണ്ടല്ലേ പഠിക്കുന്നത്. ചന്ദ്രൻ പിറുപിറുത്ത് തോർത്തൊടുത്ത് കുളത്തിലേക്ക് ഇറങ്ങി. പണ്ടാരം അങ്ങ് താഴ്ന്നു പോയാൽ മതിയായിരുന്നു. എത്തി നോക്കിക്കൊണ്ട് ദേവ് പറഞ്ഞു, ദേവു ഞാൻ പോട്ടെ. അയ്യോ ഇപ്പൊ പോയാ ഇങ്ങനെ അത് മതി, അവിടുത്തെ പ്രശ്നം ഉണ്ടാക്കാൻ. ഇവിടെ പുറത്തുള്ളവർ വരില്ലെന്നറിയാം. പിന്നെ നന്ദേട്ടൻ എങ്ങനെ വന്നെന്നായിരിക്കും അടുത്ത ചോദ്യം. ദേവു മിണ്ടല്ലേ. അവൻ്റെ വായിൽ കൈവിരൽ ചേർത്ത് വെച്ച് അവൾ മിണ്ടരുതെന്ന് ആംഗ്യം കാണിച്ചു. കഷ്ടിച്ച് ഒരാൾക്ക് നിൽക്കാവുന്ന ഇടനായിലാണ് ദേവു അവനെയും കൊണ്ടുവന്ന് കയറി നിന്നത്. ദേവു അവൻ്റെ നെഞ്ചോരം മുട്ടി നിൽക്കുന്നുണ്ടായിരുന്നു. നന്ദൻ്റെ ഹൃദയം പൊടുന്നനെ വേഗത്തിൽ മിടിക്കാൻ തുടങ്ങിയിരുന്നു. ആദ്യമായിട്ടാണ് ഒരു പെൺകുട്ടിയോട് ഇത്രയും ചേർന്ന് നിൽക്കുന്നത്. അവളാണെങ്കിൽ ഒന്ന് അകന്ന് നിൽക്കാൻ പോലും ഇഷ്ടമില്ലാത്ത തരത്തിൽ കയറിയാണ് നിൽക്കുന്നത്. ഇളകിയിരുന്ന കല്ലിൽ ചവിട്ടി നിന്ന ദേവു കല്ലൊന്ന് മറിഞ്ഞപ്പോൾ പിന്നോട്ട് മലർന്ന് വീഴാൻ തുടങ്ങും മുമ്പേ നന്ദൻ അവളെ ചേർത്ത് പിടിച്ചിരുന്നു. അവനിലേക്ക് ആയത്തിൽ വന്നു ചേർന്ന അവളുടെ ശിരസ് അവൻ്റെ കഴുത്തിനിടക്കിലേക്ക് മുട്ടിയത്. പരിഭ്രവും വിറയിലും തെന്നി വീഴാൻ പോകുമ്പോൾ തോന്നുന്ന അതേ അനുഭവത്തോടെ അവൾ അവൻ്റെ മുഖത്തേക്ക് നോക്കി. ഇരുവരുടെയും കണ്ണുകൾ ഇടഞ്ഞപ്പോൾ ദേവ് അവനിൽ നിന്നും അകന്നു മാറി. എങ്കിലും ആ കല്ലിൽ തന്നെ തട്ടി വീണ്ടും വീഴാനാഞ്ഞു. ഇത്തവണയും അവൾ വീഴാതെ അവൻ ചേർത്ത് പിടിച്ചിരുന്നു. വെപ്രാളം കാണിച്ച ഇനിയും വീഴും. ഇടനായിൽ എന്നെയും വലിച്ചു കയറ്റി നിന്നതല്ലേ, എന്തായാലും ചെറിയ മാമൻ കയറി പോകട്ടെ. അതുവരെ ഇങ്ങനെ നിന്നു. അവളുടെ കാതോരും അവൻ പറഞ്ഞപ്പോൾ ദേവു വിറയിലൂടെ അവൻ്റെ ചുമലമർത്തി പിടിച്ചു. ഇരു മനസ്സുകളിലും ഒരുമിച്ച് ഒരേ സമയം ഒരു മിന്നൽ പിണർ പാഞ്ഞു പോയിരുന്നു. ഇരുവരുടെയും ഗന്ധങ്ങൾ പരസ്പരം ഒന്നായ നിമിഷങ്ങൾ. ഇയാളിന്ന് രാത്രി വരെ ഇവിടെ കിടന്ന് കുളിക്കുമെന്നാ തോന്നി. ഇങ്ങനത്തെ തവളയാണോ കുളത്തിൽ തന്നെ പെറ്റുകിടക്കാൻ? നന്ദൻ്റെ പറച്ചിൽ ദേവ് ചിരിക്കാൻ തുടങ്ങിയപ്പോൾ നന്ദൻ അവളെ വായ പൊത്തി പിടിച്ചു. ചിരിക്കാതിരി കുരിപ്പ്, അയാളിപ്പോൾ ഇങ്ങോട്ട് കെട്ടിയെടുക്കും. പലപ്പോഴും സീരിയസ് ആയി മാത്രം സംസാരിക്കുന്ന സിദ്ധുവിനെ പോലെ അത്രയും അടുപ്പം കാണിക്കാത്ത നന്ദൻ്റെ പുതിയ ഭാവം ദേവ് അത്ഭുതത്തോടെ നോക്കി നിൽക്കുകയായിരുന്നു. അവനോട് ചേർന്ന് നിൽക്കുമ്പോൾ അവൻ്റെ ഗന്ധം ശ്വസിക്കുമ്പോൾ ഹൃദയത്തിന് വല്ലാത്ത മിടിപ്പ് തോന്നുന്ന പോലെ. കുറേ സമയം കഴിഞ്ഞാണ് ചന്ദ്രൻ കുളി കഴിഞ്ഞ് കയറിപ്പോയത്. ദേവ് ശ്വാസം വിട്ടുകൊണ്ട് നന്ദനെ നോക്കി. മാഷേ പിടിയൊന്ന് വിട്ടിരുന്നെങ്കിൽ പോവായിരുന്നു. നന്ദൻ ചമ്മലോട് അവൾ നിന്ന് അകന്ന് മാറി. നന്ദൻ പുറത്തേക്കും ദേവ് കുളപ്പടവിലേക്കും നടന്നു. ഇരുവരുടെയും ചുണ്ടിൽ ഒരു ചെറു ചിരിയുണ്ടായിരുന്നു. വൈകിട്ട് ഗോകുലിൻ്റെ വീട്ടിലേക്ക് പോകാൻ നന്ദയ്ക്ക് സമയം കിട്ടിയിരുന്നില്ല. ക്ലാസ്സിൽ വെച്ച് സുഖമില്ലാതായ ഒരു കുട്ടിയെ വീട്ടിൽ കൊണ്ടാക്കിയിട്ടാണ് അവൾ വന്നത്. നന്ദ ഉമ്മറത്തെത്തിയപ്പോൾ കണ്ടു മുറുക്കി തുപ്പിക്കൊണ്ട് ഉമ്മറത്തിരിക്കുന്ന ചന്ദ്രന്. അവൾ അയാളെ ഗവനിക്കാതെ അകത്തേക്ക് കയറി. ഇന്ന് നേരത്തെ ആണല്ലോ, ദണ്ടാനൊന്നും പോയില്ലേ? ചന്ദ്രൻ പൂച്ചത്തോടെ പറഞ്ഞുകൊണ്ട് ഉമ്മറത്ത് മുറുക്കി തുപ്പി. തൻ്റെ മുഖത്താണ് അയാൾ തുപ്പിയെന്ന് നന്ദയ്ക്ക് തോന്നി. അവളൊന്നും മിണ്ടാതെ അകത്തേക്ക് പോയി. നേരത്തെ വരുന്നത് കണ്ട സാവിത്രി നന്ദ അതിശയത്തോടെ നോക്കി. അമ്മേ ചായ ഉണ്ടാക്കിയോ? ഞാൻ എടുക്കാം, നീ കുളിച്ചിട്ട് വാ. നന്ദ റൂമിൽ കയറി വാതിലടച്ചു. കുളി കഴിഞ്ഞ് വന്നപ്പോൾ സാവിത്രി അവൾക്ക് ചായ കൊടുത്തു. ഇന്നെന്താ നീ നേരത്തെ വന്നേ? എനിക്കെന്താ അമ്മേ നേരത്തെ വന്നൂടെ? എന്തിനേതിനും ചോദ്യം ചെയ്യല്? കുറച്ച് ഉറക്കെ പറഞ്ഞുകൊണ്ടാണ് നന്ദ റൂമിൽ കയറി പോയത്. അവിടെ നിന്ന് അടിച്ചിറക്കി കാണും. എല്ലാവരും ഇവളെ ഇനി സഹിക്കേണ്ട കാര്യമുണ്ടോ? ആ ചത്തവന്റെ വീട്ടുകാർക്ക് കിട്ടിയ അവസരം ചന്ദ്രൻ നന്നായി നന്ദക്കിട്ട് കുത്തുന്നുണ്ടായിരുന്നു. ഇടൊന്നും മിണ്ടാതിരിക്കും, അവൾ എങ്ങനെയെങ്കിലും ജീവിച്ചോട്ടെ. സാവിത്രി അതും പറഞ്ഞ് അശോകിന്റെ മുറിയിലേക്ക് പോയി. ഇതേ സമയം റൂമിലിരുന്ന നന്ദ ഇന്ന് ശ്രീരാഗ് അവളോട് പറഞ്ഞ കാര്യങ്ങൾ ആലോചിക്കുമായിരുന്നു. നന്ദ, താൻ എന്താ എൻ്റെ മനസ്സിപ്പോഴും കാണാൻ ശ്രമിക്കാത്തത്? എന്തിനാ ഇങ്ങനെ ഉരുകി ജീവിക്കുന്നത്? താൻ ഇങ്ങനെ ജീവിക്കുന്നത് കാണുമ്പോൾ ഞാൻ എത്രമാത്രം വേദനിക്കുന്നുണ്ടെന്നറിയോ? തന്നോടുള്ള ഇഷ്ടം ഇപ്പോഴും ഒരു തരിമ്പ് പോലും കുറയാതെ എൻ്റെ മനസ്സിലുണ്ട്. 4 വർഷമായില്ല ഞാൻ. ശ്രീരാഘുവിൻ്റെ വാക്കുകളിടേറിയപ്പോൾ തിരിഞ്ഞു നോക്കാനാകാതെ നന്ദ തറഞ്ഞു നിന്നു. ഞാൻ കാത്തിരിക്കും നന്ദ. താൻ എന്തെങ്കിലും ഒരു ജീവിതം തിരഞ്ഞെടുക്കേണ്ടി വന്ന അന്ന് എന്നെ ഓർക്കണം. തനിക്ക് വേണ്ടി ഒരുവൻ കാത്തിരിക്കുന്നുണ്ടും. ഇടയ്ക്ക് എപ്പോഴെങ്കിലും ഓർത്താൽ മതി. ഞാൻ ഒരിക്കലും ശല്യം ചെയ്യില്ല. എൻ്റെ പ്രണയം ശാന്തമാണ്, നിശബ്ദമാണ്. അതിങ്ങനെ സാവധാനത്തിൽ ഒഴുകട്ടെ. ശ്രീരാഗ് അവളുടെ മറുപടിക്ക് കാത്തു നിൽക്കാൻ നടന്നകന്നു. നന്ദ തിരിഞ്ഞു നോക്കി. എല്ലാം തകർന്നവനെ പോലും നടന്നു പോകുന്ന അവൻ. അവളുടെ ഉള്ളിൽ ഒരു നോവായി. കുളപ്പടവിലിരുന്ന നന്ദ എന്തൊക്കെയോ കുത്തിക്കുറിച്ചു. താൻ കരുതിയതും വെറുമൊരു കൗതുകം മാത്രമാണ്, തന്നോടുള്ള ഇഷ്ടമെന്നാണ്. അതുകൊണ്ടാണ് അന്ന് നിരസിച്ചത്. പക്ഷെ ഇന്ന് ആ കണ്ണുകൾ കണ്ട വേദനയും നിരാശയും വിളിച്ച് പറയുന്നുണ്ടായിരുന്നു. തന്നോടുള്ള ഇഷ്ടം നേരം പോക്കല്ലെന്ന്. തൻ്റെ മനസ്സൊരിക്കലും മാറില്ലെന്ന് അറിയാമായിരുന്നിട്ടും എന്തോ മനസ്സിലാകുന്നില്ല. എന്നെ കൂടുതൽ പ്രതിസന്ധിയിലാക്കരുത്. എല്ലാം തുറന്നു പറഞ്ഞ് നിന്നേക്കുമായി ആ കാത്തിരിപ്പ് അവസാനിപ്പിക്കണം. നന്ദ ഉറച്ച തീരുമാനമെടുത്തു.
കമ്പനിയിലെ ഭാരിച്ച ഉത്തരവാദിത്തത്തിൽ നിന്നും ഓടി ഒളിക്കാൻ സിദ്ധുവിൻ്റെ മനസ്സാഗ്രഹിച്ചു. തനിക്കൊരിക്കലും ബിസിനസ് വഴങ്ങില്ലെന്ന് അവൻ ഓർത്തു. ഒരുപാട് ഫയലുകൾ കൂട്ടിട്ടിരിക്കുന്ന കൂനയ്ക്ക് നടുവിൽ കിളി പോയിരിക്കുന്ന സിദ്ധുവിനെ കണ്ടുകൊണ്ടാണ് ജനറൽ മാനേജറായ വസുദേവൻ വന്നത്. എന്താ കുഞ്ഞെ ആകെ കിളി പോയിരിക്കുന്നേ? എൻ്റെ വാസുട്ടാ, എനിക്ക് പറ്റിയ പണിയില്ലെന്ന് ഞാൻ ആവർത്തിച്ച് പറഞ്ഞതാ, എന്നിട്ട് കേൾക്കാതെ എൻ്റെ തലയ്ക്ക് കൊണ്ട് വെച്ചില്ലേ? അവർ ഇപ്പോഴും ഇതൊന്നും ചെയ്തില്ലായിരുന്നെങ്കിൽ കമ്പനി നിന്ന് നഷ്ടമായനെ. സിദ്ധു അവളെ സംശയത്തോടെ നോക്കി. സഹോദരിയോടുള്ള അന്ധമായ സ്നേഹം കൊണ്ടാണ് സാറുമാർ രണ്ടാളും വിശ്വാസിനെ കമ്പനി ഏൽപ്പിച്ചത്. പേരിൽ മാത്രം വിശ്വാസമുള്ളൂ, പക്ഷേ കാര്യത്തിൽ അവനെ വിശ്വസിക്കാൻ കൊള്ളില്ല. വാസുവിന് തെളിച്ച് പറയേ, നമ്മുടെ കമ്പനി കിട്ടിയ 200 കോടിയുടെ ടെൻഡറാണ് വിശ്വാസ് അവൻ്റെ കൂട്ടുകാരൻ തുടങ്ങിയ കമ്പനിക്ക് മറിച്ചു വിറ്റത്. സിദ്ധു ഞെട്ടലോടെ അയാളെ നോക്കി. ആ ചെറുക്കൻ നിങ്ങളോടൊക്കെ വല്ലാത്ത പകയാ, അതുകൊണ്ടല്ലേ മോനെയും നന്ദനെ ആ കുടുംബത്തിൽ നിന്ന് തന്നെ അകറ്റിയത്. കമ്പനിയുടെ പകുതി ഷെയർ മോൻ്റെ മുത്തശ്ശനായ ബാലകൃഷ്ണൻ സാറ് നന്ദൻ്റെ പേരിലാണ് എഴുതി വെച്ചത്. അത് ആർക്കും അറിയില്ലായിരുന്നു. പക്ഷെ ഒരിക്കൽ അവനത് കണ്ടുപിടിച്ചു. അങ്ങനെയാ നന്ദമോൻ അവൻ തറവാട്ടിൽ നിന്ന് അകറ്റിയത്. സിദ്ധ കേട്ട കാര്യങ്ങൾ തളർന്നിരുന്നു പോയി. തന്നെപ്പോലെ എല്ലാത്തിനും അവകാശിയായ നന്ദൻ ഇന്ന് ജീവിക്കുന്നോർത്തപ്പോൾ അവൻ്റെ തല പെരുത്തു. മോൻ ഇനിയെങ്കിലും എല്ലാ ഉത്തരവാദിത്തോടെ ചെയ്യണം. എന്തിനും ഞാൻ കൂടെ ഉണ്ട്. ആ ചെറുക്കനെ ഇനി ഇങ്ങോട്ട് അടുപ്പിക്കരുത്. അടുപ്പിച്ച കമ്പനി പോലും ബാക്കിയുണ്ടാവില്ല. ഒക്കത്തിന് കൂട്ടുനിൽക്കുന്ന അവൻ്റെ വളർത്തമ്മയുണ്ടല്ലോ. വാസുദേവൻ അവനെ നോക്കി പറഞ്ഞുകൊണ്ട് വെളിയിലേക്ക് ഇറങ്ങി. ഉറച്ച തീരുമാനങ്ങളോടെ സിദ്ധു എണീറ്റു. പിറ്റേന്ന് രാവിലെ ഫോർമൽ ഡ്രസ്സിൽ വരുന്ന സിദ്ധുവിന് ചന്ദ്രശേഖരൻ അത്ഭുതത്തോടെ നോക്കി. അവൻ്റെ കയ്യിൽ കോട്ടും മറ്റേ കയ്യിൽ ലാപ്ടോപ്പും അടങ്ങിയ ബാഗും ഉണ്ടായിരുന്നു. വലിച്ച എൻ്റെ ഫസ്റ്റ് മീറ്റിംഗ് ആണ്, അനുഗ്രഹിക്കണം. അദ്ദേഹത്തിൻ്റെ കാൽ തൊട്ട് വണങ്ങിക്കൊണ്ട് സിദ്ധു പറഞ്ഞു. ഇപ്പോഴാ സിദ്ധു നീ അഭിമാനമായത്. മടിയൊക്കെ മാറിയോ എൻ്റെ മോന്? നിർമ്മല ചിരിയോടെ പറഞ്ഞപ്പോൾ സിദ്ധു ഒന്ന് പുഞ്ചിരിച്ചു. അമ്മ, മീറ്റിംഗ് കഴിഞ്ഞാൽ ഞാൻ നേരെ നന്ദൻ്റെ അടുത്തേക്ക് പോകും. നാളെ മടങ്ങി വരാം. പോകുന്നൊക്കെ കൊള്ളാം, പഴയതുപോലെ അവിടെ ഒളിച്ച് താമസിക്കൊന്നും ചെയ്യരുത്, നിർമ്മല ഗൗരവത്തോടെ പറഞ്ഞു. ഇല്ല അമ്മേ, ഇനി സിദ്ധു ഒന്നിൽ നിന്ന് ഒളിച്ചോടില്ല. എനിക്കും തെളിയിക്കണം സിദ്ധു ഒരു കഴിവില്ലാത്തവനല്ലെന്ന്. പാടിയിറങ്ങി വരുന്ന വിഷയം നോക്കി പുച്ഛത്തോടെയാണ് അവനത് പറഞ്ഞത്. സിദ്ധു കാറിൽ കയറി പോകുന്ന പകിയോടെ വിഷ നോക്കി നിന്നു.